ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് കയറി വരാൻ ഇച്ചിരി പാടുപെട്ടു. കാരണം ഒരു ഓർക്കാപ്പുറത്ത് തലയ്ക്ക് കിട്ടിയ ഒരു അടിയായി പോയത്. കുഞ്ഞുങ്ങൾ 10ഉം 12ഉമാണ് അപ്പോൾ. ഇന്ദ്രൻ 12 എഴുതിയിട്ട് നിൽക്കുന്നു, രാജു 10ലേക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതെല്ലാം കഴിഞ്ഞ ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ചേട്ടനുണ്ട്, ചേട്ടൻ പിറ്റേ ദിവസം അമേരിക്കയിൽ നിന്ന് എത്തി. അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. അങ്ങനെ പോയി ഞാനിപ്പോൾ പറഞ്ഞു, എനിക്കിനി രാജുവിനെ ഹോസ്റ്റലിൽ നിർത്താനൊക്കത്തില്ല, സൈനിക സ്കൂളിൽ നിന്ന് എഴിഞ്ഞ് പുറത്തേക്ക് എടുക്കണം, ഒരാൾ എൻ്റെ കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രനെ തമിഴ്നാട്ടിൽ കൊണ്ട് ചേർത്തിട്ടിരിക്കുക. പക്ഷെ അവിടെ അന്ന് അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ തൊട്ടാ എന്താണ് എസ് എ രാജ, അദ്ദേഹത്തിൻ്റെ മകനാണിപ്പോൾ അവിടെ നോക്കുന്നത്. അവർക്കൊക്കെ സുഖേട്ടനെ നേരിട്ടറിയാം. നാഗർകോവിൽ ജോലി ചെയ്യുന്ന കാലത്തെ അദ്ദേഹം കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് ലെക്ചറായിട്ടൊക്കെ. അദ്ദേഹം അവിടെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്താണെന്നറിയത്തില്ല, ഇന്ദ്രനോട് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് അവന് തനിയെ ഒരു ഫ്ലാറ്റ് പോലെയൊക്കെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷൻ ഇന്ദ്രന് കൊടുത്തു. എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ചയാകുമ്പോൾ മോനെ ഇനി വിളിച്ചുകൊണ്ട് വരും 2 ദിവസം. അവൻ രാജുവിനെ ഇവിടെ ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ അവിടെയും ചേർത്തു. പക്ഷേ അവന് പറ്റിയ ഭാഗ്യം എന്ന് പറയുന്നത് സൈനിക സ്കൂളിലെ അവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് സാർ പ്രേംസി നായർ എന്ന് പറയാം, അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ്റെ പ്രിൻസിപ്പലായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഒരു വല്ലാത്ത അത് അവന് ഭയങ്കര സന്തോഷമായി. അവന് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാറാണ് അദ്ദേഹം. അമ്മയെ PCN സാറാണ് ഇപ്പോൾ അവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് അവനും സന്തോഷം. പിന്നെ മോനെ കൊണ്ടുവിടും, വിളിച്ചുകൊണ്ട് വരും. കൊച്ചുമോൻ എപ്പോഴും കാണും. ഇന്ദ്രൻ വീക്കെൻഡിൽ വരും. അത് എന്തോ ഭാഗ്യത്തിന് ഇന്ദ്രനും ഡിസ്റ്റിങ്ഷൻ 78% മാർക്കുണ്ട്, കമ്പ്യൂട്ടർ സയൻസൊക്കെ പാസ്സായി ഒക്കെ എല്ലാം കൂടെ. പിന്നെ ഇങ്ങനെ അങ്ങ് പോയി ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പെയ്തൊഴിയാതെ സീരിയൽ. അപ്പോൾ KK രാജീവ് വസതി ആ ഒരു കാര്യത്തിൽ എനിക്ക് KK രാജീവിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനിതൊന്നും ഇനി ജീവിതമേ പോയി എന്നും പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ രാജീവ് ചേച്ചിയെ വിളിക്കാൻ. അപ്പോൾ AR എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസറുണ്ട്. ഇതിനകത്ത് ചേച്ചിക്ക് അറിയാമോ, ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ വരുന്നു, ജയഭാരതി അഭിനയിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവരൊക്കെ വന്ന് അഭിനയിക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു കൊല്ലം ആവാറായി, 8-9 മാസം കഴിഞ്ഞു. മക്കൾ 2 പേരും കൂടെ അങ്ങ് തുടങ്ങി. അമ്മയ്ക്ക് അറിയാവുന്നൊരു ജോലി, അമ്മ അഭിനയിക്കാനൊക്കെ അമ്മയ്ക്ക് അറിയാം, ആരും പറഞ്ഞു തരണ്ട. അമ്മ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഈ അമ്മൂമ്മയുടെ അടുത്ത്, അയ്യോ ദൈവമേ ഇങ്ങനെ ഒരു ഗ്രഹപ്പഴം വന്നാലും ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലേ പ്രഷറും അതും ഇത് ഇല്ലാത്ത അസുഖങ്ങളും കൂടെ വരും. ഇതാകുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സമയം നിൽക്കേണ്ട. രാജീവേട്ടൻ പറഞ്ഞ കേട്ടോ, വൈകിട്ട് 7 മണി വരെയൊക്കെ നിന്നാൽ മതി, കാലത്തെ ഒരു 8-8:30 ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ. പോകുമ്പോൾ അമ്മയ്ക്ക് അത്രയും സമയം അങ്ങ് പോയി കിട്ടും. അമ്മയ്ക്ക് അറിയാവുന്ന, അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ജയഭാരതി ചേച്ചിയും തിലകൻ സാറും ഒക്കെയാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അത് അന്ന് ഇവർ നിർബന്ധിച്ച് എന്നെ വിട്ടത് വലിയൊരു ഒരു അനുഗ്രഹമായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുക. കാരണം ഞാനൊരു 2 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് കുറേശ്ശെ മാറി. ഈശ്വര, ഞാൻ ഈ ലോകത്തായിരുന്നല്ലോ കുറേ കാലമേ, സുഖേട്ടനെ കണ്ടുമുട്ടിയത് വരെ അങ്ങനെ ആണല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ അത് തുടങ്ങി. അത് കഴിഞ്ഞ് അതങ്ങോട്ട് കയറി ഹിറ്റായപ്പം രാജീവ് തന്നെ അടുത്ത സീരിയൽ പൊരുത്തം. പിന്നെ കുറേ സീരിയലുകളൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരാം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ റോമിയോ ആണെന്ന് തോന്നുന്നു, ദിലീപിൻ്റെ അമ്മയായിട്ട് ആദ്യമായിട്ട് ഞാൻ രാജസൻ സാറ് പിന്നെ വിളിച്ച് ഞാൻ അഭിനയിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ ഇപ്പം ഈ ജൂഡിൻ്റെ ഈ സാറാസ് എന്ന് പറഞ്ഞ പടം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് എനിക്ക് കുറച്ചുകൂടെ അടുത്തടുത്ത സിനിമകൾ ഇങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരു കുഞ്ഞാണ് മറ്റേ മെരിലാൻഡിലെ വിശാഖും നിവിനും നമ്മുടെ അജു ധ്യാൻ, ഇവരെല്ലാവരും കൂടെയാണ് എന്താണ് ഫണ്ടാസ്റ്റിക്കോ എന്ന് പറഞ്ഞൊരു പേരിൽ എടുത്തതാണ് ഈ ലവ് ആക്ഷൻ ഡ്രാമ. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു സംഭവമായിപ്പോയി വാസ്തവത്തിൽ. അതുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഈശ്വര എന്ത് നല്ലതാണ്, മനസ്സിന് എന്തൊരു സുഖം ഈ കൊച്ചു പിള്ളേരുടെ തമാശയും കളിയൊക്കെ കണ്ടുകൊണ്ട്. നമ്മളൊരു അമ്മൂമ്മയുടെ പ്രായമുള്ളത് കൂട്ടിക്കോ, എന്നാലും നമ്മൾ അവരുമായിട്ടങ്ങ് ചേർന്നു. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് പിന്നെ കുറച്ച് സജീവമായി മീഡിയയിൽ. സത്യം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ കേരളത്തിലെ എല്ലാ മീഡിയയും ആരെങ്കിലും എന്തെങ്കിലും എവിടെങ്കിലും ചിലപ്പോൾ വല്ല ഒന്ന് കുത്തി ഒരു വ്യക്തി എഴുതിയാലും മീഡിയയ്ക്ക് മൊത്തത്തിൽ എന്നോട് സ്നേഹമാണ്, യാതൊരു സംശയമില്ല.